ആരംഭിക്കുന്നു. ന്യൂസ് ട്രെൻഡ്സ് നോക്കാം. ആദ്യം വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിൽ 8 മരണം, 30-ലേറെ പേർക്ക് പരിക്ക്. മരണസംഖ്യ ഉയരുമെന്ന ആശങ്ക. നടന്നത് ചാവേറാക്രമണമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി. പൊട്ടിത്തെറിച്ച കാറിൽ ഉണ്ടായിരുന്നത് പുൽവാമ സ്വദേശി ഉമർ നബി എന്ന് സൂചന. ഉമർ നബിയുടെ ചിത്രം പുറത്തുവിട്ട് ന്യൂസ് 18. ഉമറിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ട്. കുടുംബാംഗങ്ങളിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചു. പൊട്ടിത്തെറിച്ച I-20 കാറിന്റെ ഉടമസ്ഥ രേഖകൾ നിയമവിരുദ്ധമായി മാറ്റിയത് 4 തവണ. ഗുരുഗ്രാം സ്വദേശിയായ കാർ ഡീലറെ ചോദ്യം ചെയ്യുന്നു. കാറിലെത്തിയവർ ചെങ്കോട്ട പരിസരത്ത് തങ്ങിയത് 3 മണിക്കൂറിലേറെ. CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കനത്ത സുരക്ഷ. UAPA ചുമത്തി കേസെടുത്ത് ദില്ലി പോലീസ്. അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം 11 മണിക്ക്. ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും. ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളി കുടുംബം. തെറ്റായ വാർത്തയാണ് പ്രചരിക്കുന്നതെന്നും പിതാവ് സുഖം പ്രാപിച്ചു വരികയാണെന്നും മകൾ ഇഷ ഡിയോൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ബീഹാറിൽ 2ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറിൽ ഭേദപ്പെട്ട പോളിംഗ്. 2ാം ഘട്ടത്തിൽ വിധി എഴുതുന്നത് 122 മണ്ഡലങ്ങൾ. ബീഹാറിൽ കർശന സുരക്ഷ. എക്സിറ്റ് പോളുകൾ വൈകിട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ആവേശത്തിൽ മുന്നണികൾ. പ്രചരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. കൊച്ചിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. CPM പട്ടിക നാളെ വരും. തമ്മനത്ത് കുടിവെള്ള ടാങ്ക് തകർന്നതോടെ കൊച്ചി നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി കുടിവെള്ള വിതരണം നിർത്തിവെക്കും. കുടിവെള്ളം എത്തിക്കാൻ മറ്റു വഴികൾ കണ്ടെത്തുമെന്ന് കൊച്ചി നഗരസഭയും ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ ആരോഗ്യമന്ത്രി. ട്രെയിനിൽ അക്രമം നേരിട്ട ശ്രീകുട്ടിയെയും കുടുംബത്തെയും മന്ത്രി കണ്ടു. മന്ത്രിയുടെ സന്ദർശനം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണം നിലനിൽക്കെ.